Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 9ലെ ഓർഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് പവറിന്റെ അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് വാട്ട്സിൽ അല്ലെങ്കിൽ കിലോ വാട്ട്സിലായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുവാണെങ്കിൽ അപ്പോൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒന്നേ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെയാണ് നമ്മൾ പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയും. സീറോ ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂട്രോൺസ് എന്ന് പറയും. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കുളംബ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടർബൈൻ ജനറേറ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ടർബൈൻ ജനറേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ നാച്ചുറൽ ഗ്യാസ്, കോൾ, ന്യൂക്ലിയർ ഫിഷൻ, ബയോമാസ്, പെട്രോളിയം, ജിയോ തെർമൽ, സോളാർ തെർമൽ, ഇതിലൊക്കെ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റീം ഫോം ചെയ്യും. അപ്പൊ ഈ ഫോം ചെയ്യുന്ന സ്റ്റീം എന്ത് ചെയ്യും? ഈ ടർബൈൻ ബ്ലേഡ്സിനെ മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി വിൻഡിന്റെ അല്ലെങ്കിൽ ഹൈഡ്രോ പവറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? വിൻഡ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്തിട്ട് ആ ഒരു ടർബൈൻ ബ്ലേഡ്സിനെ മൂവ് ചെയ്യിപ്പിച്ചായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സോളാർ വോൾട്ടായിക് പാനൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഈസിലി ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പർ, ഗോൾഡ്, അയൺ ഒക്കെയാണ് കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സും നോൺ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്കായിരിക്കും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ജെർമേനിയം ഒക്കെയാണ് സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽസ് ഒരിക്കലും ഹീറ്റിനെയോ ഇലക്ട്രിസിറ്റിയോ അതിലൂടെ കടത്തിവിടില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്, വുഡ്, ഗ്ലാസ് ഒക്കെയാണ് ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓംസ് ലോനെ കുറിച്ചാണ്. ഓംസ് ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ I is proportional to V. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ 1/R എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ക്യാപിറ്റൽ I is equal to ക്യാപിറ്റൽ V by ക്യാപിറ്റൽ R. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഈ മൂവിങ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആവാം. ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? സ്മോൾ I is equal to dQ/dt എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ചാർജ്ഡ് ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമുക്ക് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് the work done in bringing a unit positive charge from infinity to that point. ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് പോയിന്റിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസ് കാരണം ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആയിരിക്കും.
അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ L ആയിരിക്കും. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? R is equal to rho L by A എന്ന് വരും. ഇപ്പൊ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. അതെന്ന് പറയുന്നത് ഓം മീറ്ററിലായിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റംസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും മാറ്ററിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം. പിന്നെ എല്ലാം ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു ആറ്റത്തിന് 3 മെയിൻ പാർട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോട്ടോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ അൺചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ ഒരു ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ വേറൊരു പാർട്ടാണ്. ഇനി അടുത്ത തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. ഈ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ന്യൂട്രോൺസിന് ചുറ്റുമായിട്ട് ഒരു ഓർബിറ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടേ ഇരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മോളിക്യൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ എ മോളിക്യൂൾ ഈസ് ഡിഫൈൻഡ് ആസ് the smallest unit of a compound that contains chemical properties of the compound. ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ടുഗദർ ആയിട്ട് ഫോം ചെയ്തിട്ടായിരിക്കും ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഇനി ഒരു കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം ഉള്ള സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമുക്ക് മോളിക്യൂൾ എന്നും പറയാം. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വാട്ടർ, നൈട്രജൻ, ഓസോൺ, കാൽഷ്യം ഓക്സൈഡ്, ഗ്ലൂക്കോസ്, പിന്നെ ടേബിൾ സോൾട്ട്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സിനെ കുറിച്ചാണ്. അപ്പൊ എ സി എന്ന് പറയുന്നത് അതിലെ ഇലക്ട്രോണിക് ചാർജിന്റെ ഫ്ലോ കാരണം ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തിട്ടേ ഇരിക്കും. ഇനി ഈ ഒരു എ സി എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളതും പ്രിഫേർഡ് ആയിട്ടുള്ളതും എവിടെയൊക്കെയാണ്? ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലും ഓഫീസസിലും പിന്നെ ബിൽഡിങ്സിലും ആണ്. ഇനി ഈ ഒരു എ സി എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വേവ് ഫോമിലായിരിക്കും. അതായത് സൈൻ വേവ് ഫോമിലായിരിക്കും നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഇതെന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ഹേർട്സിലായിരിക്കും. ഇനി ഈ ഒരു എ സി എന്ന് പറയുന്നത് നമുക്ക് പവർ ഹൗസസിലും ബിൽഡിങ്സിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതെന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നതും ലോങ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഈസിയർ ആണ്. പിന്നെ ഈ ഒരു റെഫ്രിജറേറ്ററിന്റെയും വാഷിംഗ് മെഷീൻസിലും ഒക്കെ ഇലക്ട്രിക് മോട്ടോഴ്സിന്റെ പവറിങ്ങിന് വേണ്ടി ഇത് കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡി സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത് ഒരിക്കലും പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിന്റെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത് സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റഡി ആണ്. പിന്നെ ഈ ഒരു ഡി സി എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡിവൈസസിന്റെ പവർ സപ്ലൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററീസ് ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ബാറ്ററീസ്, ഫ്ലാഷ് ലൈറ്റ്സ്, ഫ്ലാറ്റ് സ്ക്രീൻ ആയിട്ടുള്ള ടെലിവിഷൻസിൽ, പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ എ സി ആൻഡ് ഡി സി ആണ്. എ സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്. ഫസ്റ്റ് കമ്പാരിസൺ പറയുകയാണെങ്കിൽ എ സിയെ നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്ത് ലോങ് ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് 2 സിറ്റീസിന് ഇടയ്ക്കൊക്കെ നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ എനർജി ലോസ് ഇല്ല. ഇനി ഡി സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വെരി ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക് പവർ ലോസസ് ഉണ്ട്. ഇനി അടുത്ത കമ്പാരിസൺ പറയുകയാണെങ്കിൽ എ സിയിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഇനി ഡി സിയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ സ്റ്റഡി ആയിട്ടുള്ള ഒരു മാഗ്നറ്റിസം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡി സിയുടെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് കമ്പാരിസൺ പറയുകയാണെങ്കിൽ എ സിയിൽ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ കൺട്രിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടേ ഇരിക്കും. ജനറലി പറയുവാണെങ്കിൽ 50 ഹേർട്സ് അല്ലെങ്കിൽ 60 ഹേർട്സ് ആയിരിക്കും എ സിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഡി സിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഇല്ല. അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ഫ്രീക്വൻസി ആയിരിക്കും. ഇനി എ സിയുടെ കേസ് പറയുകയാണെങ്കിൽ എ സിയിൽ എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ ഫോർവേഡ് ബാക്ക്വേർഡ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തിട്ടേ ഇരിക്കും. ഇനി ഡി സിയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ആണ്. സിംഗിൾ ഡയറക്ഷൻ ഫ്ലോ മാത്രമേ അവിടെ ഉള്ളൂ. ഇനി അടുത്ത് എ സിയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും.
അപ്പോൾ അവിടെ രണ്ട് ഡയറക്ഷൻസ് ഉണ്ടാവും. ബാക്ക്വേർഡ് ഡയറക്ഷനിലും ഫ്ലോ ഉണ്ടാവും, ഫോർവേഡ് ഡയറക്ഷനിലും ഫ്ലോ ഉണ്ടാവും. ഇനി അടുത്ത ഡി സിയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവിടെ ഫോർവേഡ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വോൾട്ടേജിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് വോൾട്ടേജ്? വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഇപ്പൊ രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ പറയാം, ഒരു വയറിൽ കൂടെ നമ്മളിപ്പോ ചാർജ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ പാസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇപ്പൊ രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കുള്ള വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഡൈനാമിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് വോൾട്സിലായിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പറയുകയാണെങ്കിൽ എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to IR ആണ്. ഇതിൽ V എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ വോൾട്സ് ആയിരിക്കും, I എന്ന് പറയുന്നത് കറണ്ട് ഇൻ ആംബിയേഴ്സ് ആയിരിക്കും, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇൻ ഓം ആയിരിക്കും. ഇപ്പൊ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to R1 plus R2 എന്ന് വരും. ഇനി വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ V is equal to I into R1 plus R2 എന്ന് വരും. ഇനി റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ I is equal to V by R1 plus V by R2 എന്ന് വരും. ഇനി റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് പവറിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് പവർ? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എത്ര വർക്ക് ഡൺ ചെയ്തു അല്ലെങ്കിൽ എത്ര എനർജി ട്രാൻസ്ഫോം ചെയ്തു അതിന്റെ റേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് എന്തിന്റെ മെഷറാണ്? ഒരു സ്പാൻ ഓഫ് ടൈമിൽ എത്ര എനർജി യൂസ് ചെയ്തു എന്നുള്ളതിന്റെ മെഷറാണ് ഈ ഒരു ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ആണ് ഇലക്ട്രിക് പവറിന്റെ SI യൂണിറ്റ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. അതെന്ന് പറയുന്നത് P is equal to VI ആണ്. ഇതിൽ P എന്ന് പറയുന്നത് പവർ ആണ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ സർക്യൂട്ട് ആണ്, I എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇനി നമുക്ക് ഈ ഒരു പവറിനെ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അതെന്ന് പറയുന്നത് P is equal to I square R. ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് എനർജിയെ കുറിച്ചാണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്? ഒരു ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജി ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ടുള്ള മൂവ്മെന്റ് വഴി ജനറേറ്റ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ്സ് ആയിരിക്കും. 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് 36 into 10⁵ വാട്ട് സെക്കൻഡ്സ് അല്ലെങ്കിൽ ജൂൾസ് ആയിരിക്കും. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E is equal to QV ആണ്. ഇവിടെ E എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആണ്, Q എന്ന് പറയുന്നത് ചാർജ് ആണ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് എ കറന്റ് പ്രൊഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് വോൾട്ടേജ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കാരണം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തത് ആരാണ്? മൈക്കൽ ഫാരഡെ ആണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിസ്കവർ ചെയ്തത്. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ ഒരു മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്? AC ജനറേറ്റേഴ്സിൽ, പിന്നെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമേഴ്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് E is equal to N into d∅/dt ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ആണ്, Φ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ചാണ്. അപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കറന്റ് ക്യാരിയിങ് കോയിൽ ദാറ്റ് റെസിസ്റ്റസ് ഓർ ഓപ്പോസസ് ദ ചേഞ്ച് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇപ്പൊ ഒരു കോയിലിൽ കൂടെ കറണ്ട് ക്യാരി ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു കോയിൽ ആ ഒരു കറണ്ട് ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്?
ആ ഒരു കോയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള EMF വഴിയാണ് ഈ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഒക്കർ ചെയ്യുന്നത്. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. ഈ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് VL is equal to മൈനസ് N into d∅/dt ആണ്. ഇവിടെ VL എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇനി d∅/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസിനെ കുറിച്ചാണ്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ 2 കോയിൽസ് ഉണ്ടാവും. അപ്പൊ ഈ 2 കോയിൽസിനെ നമ്മൾ അടുത്തടുത്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് മറ്റേ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്ക് എന്ത് ചെയ്യും? സെക്കൻഡ് കോയിലിലെ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജിന് അല്ലെങ്കിൽ കറണ്ടിന് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോയിലിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് EMF എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഒരു ഇൻഡിവിജ്വൽ കോയിൽസിന്റെ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ റിലേറ്റീവ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ അതിന്റെ ഓറിയന്റേഷനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഈ ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ്? മോട്ടോഴ്സിൽ ആപ്ലിക്കബിൾ ആണ്, പിന്നെ ട്രാൻസ്ഫോമേഴ്സിൽ ആപ്ലിക്കബിൾ ആണ്, പിന്നെ ജനറേറ്റേഴ്സിലും ആപ്ലിക്കബിൾ ആണ്. ഇനി ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറയുന്നത് M is equal to mu0 N1 N2 A/L ആണ്. ഇതിൽ mu0 എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. N എന്ന് പറയുന്നത് ആ ഒരു കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കോയിൽ ആണ്. ഇനി L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോയിൽ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് EMF-നെ കുറിച്ചാണ്. അപ്പൊ എന്താണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ എയ്തർ ഓൺ ഇലക്ട്രോകെമിക്കൽ സെൽ ഓർ ബൈ ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നേ ഇലക്ട്രിക് കെമിക്കൽ സെല്ലിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ബാറ്ററി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എനർജിയെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സിലാണ് മെയിൻ ആയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് ഫാരഡേസ് ലോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ ഇസ് ഈക്വൽ ടു V പ്ലസ് IR ആണ്. ഇവിടെ V എന്ന് പറയുന്നത് വോൾട്ടേജ് ഓഫ് ദ സെൽ ആണ്. പിന്നെ I എന്ന് പറയുന്നത് കറണ്ട് അക്രോസ് ദ സർക്യൂട്ട് ആണ്. ഇനി R എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടക്ടൻസിനെ കുറിച്ചാണ്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് പെർ മീറ്റർ ആയിരിക്കും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ചാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസിലുള്ള ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ നമുക്ക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും പറയാം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ് ഒക്കെ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് സൈക്കിൾ എന്ന് നോക്കാം. സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസും ഉണ്ടാവും. എന്തിന്റെ? ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിന്. അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കർവ് ആണ്, ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കർവ് ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് കർവും ഈ ഒരു നെഗറ്റീവ് കർവും ഫുൾ അറ്റൈൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് എന്തെന്ന് പറയാം? ഒരു സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വൺ കംപ്ലീറ്റ് സൈക്കിളിലുള്ള ആൾട്ടർനേറ്റീവ് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.